സെക്ഷനാണ് ഡ്യുവൽ ഗ്രാഫ്സ്. ഓക്കെ, അപ്പോൾ ഡ്യുവൽ ഗ്രാഫ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ്, അത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഫേസ് എന്താണെന്നുള്ളൊരു ചെറിയൊരു ഡെഫിനേഷൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക, ഒരു പ്ലാനാർ ഗ്രാഫ് എടുക്കുക. ഫേസസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഫേസസ് എന്താണെന്ന് നോക്കുക. ഒരു ഗ്രാഫിൻ്റെ ഒരു പ്ലാനാർ ഗ്രാഫ് കൺസിഡർ ചെയ്യും. അപ്പോൾ ഇതാണ് ഞാൻ കൺസിഡർ ചെയ്യുന്ന പ്ലാനാർ ഗ്രാഫ് എന്ന് വിചാരിക്കുക. ഓക്കെ, പ്ലാനാർ ഗ്രാഫ് ഉണ്ടല്ലോ. ഇതിൽ നമ്മളിപ്പോൾ ഈ പ്ലാനാർ ഗ്രാഫ് എത്ര റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് നോക്കിയേ. ഇവിടെ ഒരു റീജിയൻ, ഇവിടെ ഒരു റീജിയൻ, ഇവിടെ ഒരു റീജിയൻ അല്ലേ. ഒന്ന് അൺബൗണ്ടഡ്, പുറത്തുള്ളത്, ഇതൊന്നും അല്ലാത്തത്. പിന്നെ ഏതാ, ദേ ഒരു കർവ്, ദേ ഒരു ക്ലോസ്ഡ് കർവ്. അങ്ങനെയുള്ള ക്ലോസ്ഡ് കർവ്സിനെയാണ് നമ്മൾ ഫേസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എഫ് എന്നാണ് പേര് കൊടുക്കാം. F1, F2, F3. ഈ F3 മാത്രം എന്താ, അൺബൗണ്ടഡാ. ബാക്കി രണ്ടെണ്ണവും ബൗണ്ടഡാ. F1 ബൗണ്ടഡ് ആണ്, F2 ബൗണ്ടഡ് ആണ്, F3 മാത്രം അൺബൗണ്ടഡ് ആണ്. സോ ദ ക്ലോഷേഴ്സ് അല്ലേ, നമ്പർ ഓഫ് കുറേ നമുക്കറിയാം. നമുക്കൊരു പ്ലാനാർ റെപ്രസെൻറ്റേഷൻ എടുത്താൽ അതെന്ത് ചെയ്യും, കുറച്ച് കണക്റ്റഡ് റീജിയൻസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ആ കണക്റ്റഡ് റീജിയൻസിൻ്റെ ആ ക്ലോഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫേസസ് ഓഫ് ജി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ വരച്ച ഗ്രാഫിൽ എത്ര ഫേസസ് ഉണ്ട്, 3 ഫേസസ് ഉണ്ട്. ഒന്ന് F1, F2, പിന്നെ പുറമേയുള്ളത് പറഞ്ഞു. അങ്ങനെ 3 ഫേസസ് ഉണ്ട്. ഓക്കെ, ഇനി അപ്പം നമുക്ക് ഏത് ഗ്രാഫിനും അതിന് മുമ്പ് എഫ് ഓഫ് ജി. സോ നമ്മൾ സാധാരണ വെർട്ടെക്സ് സെറ്റിന് വി ഓഫ് ജി എന്ന് പറയും, എഡ്ജ് സെറ്റിന് ഇ ഓഫ് ജി എന്നൊക്കെ പറയില്ലേ. അതുപോലെ തന്നെ ഫേസസിൻ്റെ സെറ്റിന് നമ്മൾ ഒരു പ്ലാനാർ ഗ്രാഫിന് ഉണ്ടാവുള്ളൂ കേട്ടോ ഫേസസ്. ഫേസസിൻ്റെ സെറ്റിന് നമ്മൾ എഫ് ഓഫ് ജി എന്നാണ് പറയുന്നത്. അതായത് സെറ്റ് ഓഫ് ഫേസസിന് നമ്മൾ എഫ് ഓഫ് ജി എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഫൈ ഓഫ് ജി ആയിട്ട് നമ്പർ ഓഫ് ഫേസസ്. മനസ്സിലായോ? നമ്മൾ നമ്പർ ഓഫ് വെർട്ടെക്സസിന് സ്മോൾ വി, നമ്പർ ഓഫ് എഡ്ജസിന് അപ്സിലോൺ അല്ലെങ്കിൽ സ്മോൾ ഇ ഒക്കെ കൊടുക്കാറില്ലേ, അതുപോലെ നമ്പർ ഓഫ് ഫേസസിന് ഫൈ ഓഫ് ജി എന്ന് കൊടുക്കുന്നു. സെറ്റ് ഓഫ് ഫേസസ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ വരച്ചതിൽ F1, F2, F3 3 ഫേസസ് ആണുള്ളത്. സോ സെറ്റ് ഇത് 3 നമ്പർ ഓഫ് ഫേസസ് 3 ആണ്. ഇനി നമുക്ക് ഏത് പ്ലെയിൻ ഗ്രാഫ് എടുത്താലും നമുക്കറിയാം ഒരു അൺബൗണ്ടഡ് ഫേസ് ഉണ്ടാവും, ബാക്കിയുള്ളതായിരിക്കും ബൗണ്ടഡ് ഫേസ്. ഒരു അൺബൗണ്ടഡ് ഫേസ് എന്തായാലും, എക്സ്റ്റീരിയർ ഫേസ് എന്തായാലും അൺബൗണ്ടഡ് ആയിരിക്കും. ബാക്കിയുള്ളത് എത്ര എണ്ണം ഉണ്ടോ അതെല്ലാം ബൗണ്ടഡ് ഫേസസ് ആയിരിക്കും. ഇനി നമുക്കിതിൽ ഇതാണ് ഫേസസ്. ഇനി നമുക്കിതിലൊരു തിയറം. സോ തിയറം നമ്മുടെ 9th ചാപ്റ്ററിൽ 3ാമത്തെ തിയറം ആയതുകൊണ്ട് 9.3 അതാണ് തിയറത്തിൻ്റെ നമ്പർ വരുന്നത്. തിയറത്തിൽ പറയുന്നത് ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ തിയറം വരുന്നത് കേട്ടോ. എന്താ, വി ഇസ് സച്ച് എ വെർട്ടെക്സ് ഒരു പ്ലാനാർ ഗ്രാഫിൽ ഒരു വെർട്ടെക്സ് ആണ് വി എങ്കിൽ നമുക്ക് ജി ക്യാൻ ബി എംബഡഡ് ഇൻ ദ പ്ലെയിൻ. പ്ലാനാർ ഗ്രാഫ് ആയതുകൊണ്ട് നമുക്ക് എംബഡിങ് ഉണ്ട്, പ്ലെയിനിലേക്ക് എംബഡിങ് ഉണ്ട്. എങ്ങനെ എംബഡ് ചെയ്യാൻ പറ്റും, വി എക്സ്റ്റീരിയർ ഫേസിലാകുന്ന രീതിയിൽ എംബഡ് ചെയ്യാൻ പറ്റും. അതായത് ഏത് വെർട്ടെക്സ്, വി ഒരു ആർബിട്രറി വെർട്ടെക്സ് ആണ്, ഏത് വെർട്ടെക്സ് എടുത്താലും അത് എക്സ്റ്റീരിയർ ഫേസിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് എംബഡിങ് കിട്ടും എന്നാണ് തിയറം പറയുന്നത്. അപ്പോൾ കൺസിഡർ ചെയ്യുക, വി എന്ന് പറയുന്ന ഒരു നമ്മുടെ വി എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് എടുക്കണം. അതിന് മുമ്പ് ജി ഒരു പ്ലാനാർ ഗ്രാഫ് ആണല്ലോ. ജി പ്ലാനാർ ഗ്രാഫ് ആണെങ്കിൽ തിയറം പ്ലാനാർ 9.2 തൊട്ട് മുന്നത്തെ തിയറത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്, ജി എന്ന് പറയുന്നത് പ്ലാനാർ ആണെങ്കിൽ അതിനൊരു പ്ലാനാർ എംബഡിങ് ഓൺ സ്ഫിയർ ഉണ്ടാവും ഇല്ലേ. സ്ഫിയറിലേക്ക് എംബഡ് ചെയ്യാൻ പറ്റും. ഏത് പ്ലാനാർ ഗ്രാഫിനെയും നമുക്ക് സ്ഫിയറിലേക്ക് എംബഡ് ചെയ്യാൻ പറ്റുമെന്നാണ് തൊട്ട് മുന്നത്തെ തിയറം പറഞ്ഞത്. സോ ജി പ്ലാനാർ ആണെങ്കിൽ ജിക്ക് ഒരു പ്ലാനാർ എംബഡിങ് ഓൺ സ്ഫിയർ ഉണ്ടാവും. അതാണ് നമ്മുടെ ജി ഡാഷ് അല്ലെങ്കിൽ ജി ബാർ എന്ന് വിചാരിക്കാം. സോ ഇതാണ് അതിൻ്റെ പ്ലെയിനിലേക്കുള്ള എംബഡിങ്. ഇനി സെഡ് എന്ന് പറയുന്നത് എവിടുത്തെ പോയിന്റ് ആണെന്ന് വിചാരിച്ചാൽ ഇന്റീരിയർ ഓഫ് സം ഫേസ്, അതായത് വിനെ കണ്ടെയ്ൻ ചെയ്യുന്ന, വി ഏതെങ്കിലും ഒരു ഫേസിലായിരിക്കും ഉണ്ടായിരിക്കാം, ബിലോങ്സ് ടു ഫേസ് കണ്ടെയ്നിങ് വി. വിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫേസിനുള്ളിൽ വി എന്തായാലും ഉണ്ടായിരിക്കും, എന്ത് ഫേസ് ആയിക്കോട്ടെ. ആ വിനെ ഓട്ടോമാറ്റിക്കലി പുറത്തുള്ള ഫേസ് ആണെങ്കിൽ നമുക്ക് വേറെ വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉള്ളിലുള്ള ഫേസ് ആവും, ഇന്റീരിയർ ഫേസ് ആയിരിക്കാം. ആ ഇന്റീരിയർ ഫേസിലെ ഉള്ള വേറൊരു പോയിന്റ് ആണ് നമ്മുടെ സെഡ് എന്ന് വിചാരിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കിനി വേണ്ടത് ഈ സെഡിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തെടുക്കുക, ഓക്കെ, ഈ സെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള
നമ്മുടെ സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ എടുക്കാം. നേരത്തെ സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ പറഞ്ഞപ്പോൾ നമുക്കൊരു പോയിന്റ് വേണ്ടേ? അപ്പോൾ ഫൈ ഓഫ് ജി ഡാഷിന് എന്തുണ്ട്? ഫൈ ഓഫ് ജി ഡാഷ് എന്ന് പറയുന്ന ഫൈ ഓഫ് ജി ഡാഷ് എന്ന് പറയുന്ന ജി ഡാഷിന്റെ സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ എടുക്കുക. അതിന്റെ ഇമേജ് ആണ് ഇമേജ് ഓഫ് ജി ഡാഷ് അണ്ടർ സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ ഫ്രം സെഡ്. സെഡിൽ നിന്നുള്ള സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ. സെഡിൽ നിന്നുള്ള സെഡ് ആണ് ഐറ്റ് മുകളിൽ നിൽക്കുന്ന പോയിന്റ് എന്നർത്ഥം. അപ്പൊ സെഡ് നമ്മൾ എവിടെ നിന്ന് എടുത്തു? വിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഫേസിൽ നിന്ന് എടുത്തു. എന്നിട്ട് ആ സെഡിനെ മുകളിലേക്ക് ആക്കിയിട്ട് ആ സെഡിൽ നിന്നുള്ള സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ഇമേജ് ആയിട്ട് ഫൈ ഓഫ് ജി ഡാഷ് എടുക്കാം. പൈ ഓഫ് ജി ഡാഷ് എടുക്കാം. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഇതില് ഇവിടെയാണ് സെഡ് ഇരിക്കുന്നത്. ഇവിടെ നമ്മുടെ പ്ലെയിൻ ഉണ്ട് കേട്ടോ. പ്ലെയിനിൽ നമ്മുടെ ഗ്രാഫ് ഇരിക്കും, അല്ലെങ്കിൽ സ്ഫിയർ ഇരിക്കുന്നു. അതിൽ ഇവിടെയാണ് സെഡ് ഇരിക്കുന്നത്. ഈ സെഡിൽ നിന്നുള്ള സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻസ് ഇങ്ങനെ എവിടേക്ക്? ഈ സ്ഫിയറിലുള്ള നമ്മുടെ ഗ്രാഫിലേക്ക്. സ്ഫിയറിൽ ഓൾറെഡി ജി ഡാഷ് ഉണ്ട്. ഗ്രാഫിന്റെ പ്ലാനാർ എംബഡിങ് സ്ഫിയറിൽ കിടക്കുന്നുണ്ട്. ആ സ്ഫിയറിൽ കിടക്കുന്ന ഓരോ പോയിന്റിൽ നിന്നുള്ള പ്രൊജക്ഷൻസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സെഡിൽ നിന്നായതുകൊണ്ട് ഈ പ്രൊജക്ഷനിൽ ഈ സെഡും ആ സെഡിലുള്ള ബാക്കിയെല്ലാ ആ സെഡിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ബാക്കിയെല്ലാ പോയിന്റ്സും എവിടെ വരിക? എക്സ്റ്റീരിയർ പോയിന്റിലാണ് വരിക അല്ലേ? കാരണം ഇങ്ങനെ വന്ന് ഇതിങ്ങനെ ക്ലോസ് ആവുക ചെയ്യുക. സെഡ് മാത്രം ഉണ്ടാവില്ല. അപ്പൊ സെഡ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ആ സെഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഫേസിലെ ബാക്കി പോയിന്റ്സും എവിടെയായിരിക്കും? ഇതിന്റെ പ്ലാനാർ എംബഡിങ്ങിന്റെ പുറത്തായിരിക്കും കിടക്കുന്നുണ്ടാവുക, എന്ന് വെച്ചാൽ എക്സ്റ്റീരിയറിലെ. മനസ്സിലായോ? അപ്പൊ പൈ ഓഫ് ജി ഡാഷ് എന്ന് പറയുന്ന ഇമേജുകളുടെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു പ്ലാനാർ എംബഡിങ് ആയിരിക്കും ഓട്ടോമാറ്റിക്കലി. ആ പ്ലാനാർ എംബഡിങ്ങിൽ എന്തുണ്ടായിരിക്കും? വി എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ഓഫ് ഏതെങ്കിലും എക്സ്റ്റീരിയർ ഫേസിലായിരിക്കും ഉണ്ടാവുക. കാരണം സെഡ് ഓൾറെഡി പുറത്തായിരിക്കും. സോ സെഡ് ഉള്ള ഫേസിലെ ബാക്കി എല്ലാ പോയിന്റ്സും എവിടെ തന്നെയായിരിക്കും? പുറത്തായിരിക്കും. അതായത് വിയും എവിടെ തന്നെയായിരിക്കും? ഫേസിന്റെ എക്സ്റ്റീരിയർ ഫേസിലായിരിക്കും. നമ്മുടെ പ്ലാനാർ എംബഡിങ്ങിന്റെ എക്സ്റ്റീരിയർ ഫേസിലായിരിക്കും ഉണ്ടായിരിക്കുക. സോ നമുക്ക് കിട്ടി. അത്രയേ ഉള്ളൂ നമ്മുടെ തിയറം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഡെഫിനിഷൻ അല്ല, കുറച്ച് പോയിന്റ്സ് ആണ്. ഓക്കെ ഓക്കെ നമ്മളൊരു പ്ലാനാർ ഗ്രാഫ് വരയ്ക്കാം. K4 നോക്കാം. ഇതാണ് നമ്മുടെ K4 എന്ന് വിചാരിക്കുക. സോ V1, V2, V3, V4, E1, E2, E3, E4, E5, E6 ഫേസസ് ഉണ്ടല്ലോ. F1, F2, F3, F4 4 ഫേസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഫേസ് കൺസിഡർ ചെയ്തു. ഈ ഫേസ് ഇപ്പൊ F1 എന്ന് പറയുന്ന ഫേസ് കൺസിഡർ ചെയ്താൽ B ഓഫ് F ആണ് ബൗണ്ടറി ഓഫ് F. F എന്ന് പറയുന്ന ഫേസിന്റെ ബൗണ്ടറി. അപ്പൊ ഇവിടുത്തെ B ഓഫ് F1 എന്ത് വരും? F1ന്റെ ബൗണ്ടറീസ്. അപ്പൊ അതായത് എങ്ങനെയൊക്കെ ഉണ്ടാവുക? V1 ഉണ്ട്, E5 അല്ലേ, E5 ഉണ്ട്, V3യിലേക്ക് വന്നു, E3, V4, E5. അപ്പൊ എന്ത് വരും? എങ്ങനെയാണ് ആ സൈക്കിൾ പോകുന്നത്? ഒരു ഫേസ് ആകുമ്പോൾ എന്താ, ഒരു സൈക്കിൾ ഉണ്ടായിരിക്കുമല്ലോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ സൈക്കിളിന്റെ ആ പാത്ത് എഴുതി വെക്കുക. V1, E5, പിന്നെ V3, E3, V4, E4, തിരിച്ചവിടേക്ക് തന്നെ എത്തി, V1ലേക്ക് തന്നെ എത്തി. ഇതാണ് F1 എന്ന് പറയുന്ന ഫേസിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഏത് ഫേസ് എടുത്താലും അതിന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ബൗണ്ടറി കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അതാണ് ബൗണ്ടറി എന്ന് പറയുന്നത്. ഇനി ഡിഗ്രി ഓഫ് എഫ്, ബൗണ്ടറിയുടെ ഡിഗ്രി എന്ന് പറയുന്നത് ഈ നമ്മൾ ബൗണ്ടറി ഓഫ് എഫിന്റെ ഫേസിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക. ഡിഗ്രി D ഓഫ് എഫ് എന്നാ കൊടുക്കുക. അതിൽ G എന്ന് പറയുന്നത് ഗ്രാഫ് G ആയതുകൊണ്ടാണ് കേട്ടോ.
ഡിഗ്രി ഓഫ് എഫ് ഓൺ ജി എന്ന് പറയുന്നത് ആ ഫേസ് എടുത്തു. ഇപ്പൊ F1 തന്നെ എടുത്തു നമ്മൾ. F1 എടുക്കുമ്പോൾ നോക്കിയേ എത്ര എഡ്ജ് ഇതിൽ ഇൻസിഡന്റ് ആയിട്ടുണ്ടെന്നാണ് നോക്കേണ്ടത്. അതായത് നമ്മൾ ഈ ബൗണ്ടറി എടുത്തതിൽ എത്ര എഡ്ജ്, E5 ഉണ്ട്, E3 ഉണ്ട്, E4 ഉണ്ട്, 3 എഡ്ജാണ് ഇൻസിഡന്റ് ആയിട്ടുള്ളത്. സോ ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണ്. ഇനി F2 നോക്കുക. F2ൽ എത്ര എഡ്ജ് ഉണ്ട്? E1 ഉണ്ട്, E2 ഉണ്ട്, E5 ഉണ്ട്. F2ന്റെ ഡിഗ്രിയും 3 ആണ്. F3 നോക്കിയേ E3 ഉണ്ട്, E2 ഉണ്ട്, E6 ഉണ്ട്. F3യുടെ ഡിഗ്രിയും 3 ആണ്. ഇനി F4 നോക്കി. F4ന്റെ ബൗണ്ടറിയിൽ E6 ഉണ്ട്, E4 ഉണ്ട്, E1 ഉണ്ട്. F4ന്റെ ബൗണ്ടറി ഡിഗ്രിയും 3 ആണ്. സോ ഓരോ ഫേസും കൺസിഡർ ചെയ്തിട്ട് ആ ഫേസിന്റെ ബൗണ്ടറി എന്താ, ആ ഫേസിൽ എത്ര എഡ്ജസ് ഇൻസിഡന്റ് ആയിട്ടുണ്ടെന്ന് നോക്കുക. അതാണ് നമ്മുടെ ഡിഗ്രി പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഒരു കട്ട് എഡ്ജ് ഉണ്ടെന്ന് വിചാരിക്കുക. കട്ട് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ, ഇങ്ങനെ ഒരു എഡ്ജും കൂടി ഇതിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പോഴും ഇത് പ്ലാനാർ ആണ്. ഇതാണ് 7ാമത്തെ എഡ്ജ്, ഇത് V5, 5ാമത്തെ വെർട്ടെക്സ്, 7ാമത്തെ എഡ്ജ്. ഇങ്ങനെ ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ എന്താ, അപ്പൊ പുറത്തത്തെ ബൗണ്ടറി പുറത്ത് നോക്കിയേ എത്ര എഡ്ജ് വരും? E6 ഉണ്ട്, E1 ഉണ്ട്, E7 ഉണ്ട്, E4 ഉണ്ട്. 4 അല്ല, നമുക്ക് 4ആണെന്ന് തോന്നും. പക്ഷെ കട്ട് എഡ്ജിനെ നമ്മൾ 2 തവണയായിട്ട് കൗണ്ട് ചെയ്യണം. കാരണം എന്താ, അതിന്റെ 2 സൈഡും ഏത് റീജിയനിലേക്ക്, ഈ പുറത്ത് കിടക്കുന്ന ഈ ഫേസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ കട്ട് എഡ്ജ് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ 2 തവണ കൗണ്ട് ചെയ്യണം. നിങ്ങൾ അങ്ങനെ ആലോചിച്ചത്, ഡിഗ്രി കൗണ്ട് ചെയ്യുമ്പോൾ കട്ട് എഡ്ജ് കൗണ്ടഡ് ട്വൈസ് ആണ്, 2 തവണ കൗണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അപ്പൊ ഇതിൽ തന്നെ ഡിഗ്രി ഡി ഓഫ് F4 എന്ന് പറയുന്നത് അപ്പൊ മാറിയില്ലേ? 4ാമത്തെ ഫേസ് ആയ ആ അൺബൗണ്ടഡ് റീജിയന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1, 2, ഇത് 2 തവണ കൗണ്ട് ചെയ്യണ്ടേ? 3, 4, 5 വരും. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡ്യുവൽ ഓഫ് ഗ്രാഫ്. അപ്പൊ ഫേസ് എന്താണെന്ന് കിട്ടിയല്ലോ, ഫേസിന്റെ ഡിഗ്രിയും കിട്ടി. ഇനിയാണ് നമ്മുടെ മെയിൻ ഡ്യുവൽ ഓഫ് ഗ്രാഫ് ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫിന്റെ ഡ്യുവൽ. അപ്പൊ നമുക്ക് ആദ്യം ജി എന്ന് പറയുന്ന ഗ്രാഫ് ചെറുത് വരച്ചു നോക്കാം. പ്ലാനാർ ഗ്രാഫ് ആയിരിക്കണം. പ്ലാനാർ ഗ്രാഫ് അല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ഇവിടെ പ്ലാനാർ ഗ്രാഫ് വെച്ച് പിടിക്കാം, അതാണ് നല്ലത്. ഇതാണ് നമ്മുടെ ജി എന്ന് പറയുന്ന ഗ്രാഫ്. V1, V2, V3, V4, V5, E1, E2, E3, E4, E5, E6, E7. ഓക്കെ, ഒരു പ്ലെയിൻ ഗ്രാഫ് ജി തന്നിട്ടുണ്ട്. ഇതാണ് ജി എന്ന് പറയുന്ന പ്ലെയിൻ ഗ്രാഫ്. ഈ ജി എന്ന് പറയുന്ന പ്ലെയിൻ ഗ്രാഫിൽ എന്തൊക്കെയുണ്ട്? വെർട്ടെക്സ് സെറ്റ് ഉണ്ട്, പിന്നെ എഡ്ജ് സെറ്റ് ഉണ്ട്, പിന്നെ ഇപ്പൊ നമ്മൾ പഠിച്ച ഫേസസിന്റെ സെറ്റും കൺസിഡർ ചെയ്യണം. ഫേസസിന്റെ സെറ്റും ഉണ്ട്. ഓരോ ഫേസിനും ഏതൊക്കെ എഡ്ജാണ് ഇൻസിഡന്റ് ആവുന്നതെന്നും ഉണ്ട്. അപ്പോ വെർട്ടെക്സ് സെറ്റുകൾ വികളാണ്, എഡ്ജ് സെറ്റ് ഇകളാണ്, ഇതിൽ എഫുകളാണ് ഉള്ളത്. V1, V2 അങ്ങനെ, ഇതിൽ E1, E2 അങ്ങനെ, F1, F2. അത് നമുക്ക് എഴുതി വെക്കാം. F1, F2, F3, F4. ഇതാണ് 4 ഫേസസ്. അപ്പൊ 4 ഫേസസ് ഉണ്ട്, ഇങ്ങനെയുണ്ട്. ഇനി അപ്പൊ ജി സ്റ്റാർ എന്ന് പറയുന്ന ഇതിന്റെ ഡ്യുവല് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടത്തെ ഓരോ ഫേസും, ജിയിലത്തെ ഓരോ ഫേസും എന്തായി മാറും? വെർട്ടെക്സ് ആയിട്ട് മാറും. ഓക്കെ, ഫേസ് എഫ് എന്ന് പറയുന്നത് വെർട്ടെക്സ് ആയിട്ട് മാറും. ഇനി എഡ്ജ് മാറണില്ല. എഡ്ജ് എന്ന് പറയുന്ന ഈ ഇവിടുത്തെ ഓരോ എഡ്ജും ഈ സ്റ്റാർ ഇവിടുത്തെ എഡ്ജ് തന്നെ, അതിന് മാറ്റില്ല. ഇവിടുത്തെ ഓരോ എഡ്ജും അപ്പുറത്തും എഡ്ജ് തന്നെ. ഇനി ഇവിടുത്തെ ഓരോ വെർട്ടെക്സും എന്തായിട്ട് മാറണം? അത് വേണ്ട, അങ്ങനെ നോക്കണ്ട. അപ്പൊ ഇന്ന് മതി നമുക്ക് ജി സ്റ്റാർ. ഒരു പുതിയ ഗ്രാഫ് വരയ്ക്കാൻ വെർട്ടെക്സ് എഡ്ജ് മാത്രം കിട്ടിയാൽ മതിയില്ലേ? അപ്പൊ എന്ത് ചെയ്യാം, ജിയിലത്തെ ഓരോ ഫേസും ഇവിടുത്തെ വെർട്ടെക്സ് ആണെന്ന് വിചാരിക്കുക. എഡ്ജുകൾ ഇവിടുത്തെ എഡ്ജുകൾ തന്നെ, മാറ്റില്ല. അപ്പോ ഇവിടുത്തെ ഇപ്പൊ F1, F2 2 ഫേസ് എവിടെയുണ്ട്? ജിയിലുണ്ടെങ്കിൽ F1 സ്റ്റാർ, F2 സ്റ്റാർ എന്ന് പറയുന്നത് എവിടുത്തെ വെർട്ടെക്സുകളായിരിക്കും? ജി സ്റ്റാറിലെ വെർട്ടെക്സുകളായിരിക്കും. ഓക്കെ, ഫേസസ് എല്ലാം അപ്പുറത്തേക്ക് വെർട്ടെക്സുകളാണ്. ഇനി F1 സ്റ്റാറും F2 സ്റ്റാറും തമ്മിലൊരു എഡ്ജ് ഈ സ്റ്റാർ വരണമെങ്കിൽ നമ്മുടെ ഒറിജിനൽ ഗ്രാഫിൽ F1 സ്റ്റാർ F2 സ്റ്റാറും തമ്മിലൊരു എഡ്ജ് ഈ സ്റ്റാർ വരണമെങ്കിൽ ഒറിജിനൽ ഗ്രാഫിലെ F1ഉം F2 ഒരു F1, F2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ഫേസസ് ആയിരിക്കും.
ആ ഫേസസ് തമ്മിൽ എന്തുണ്ടായിരിക്കണം? സെപ്പറേറ്റഡ് ബൈ എൻ എഡ്ജ് ഇ. അപ്പോൾ ഇവിടെ നോക്കിയേ, F1 F2 തമ്മിൽ ആരെ വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്? E3 വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ F1 സ്റ്റാറും F2 സ്റ്റാറും തമ്മിൽ നമ്മൾ E3 സ്റ്റാർ കൊടുക്കാം. ഇവിടെ E3 ആണ് ഈ രണ്ട് ഫേസസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന എഡ്ജ്. സോ F1 സ്റ്റാറിന് F2 സ്റ്റാറിന്. ഇനി F1ഉം F3യും തമ്മിൽ അപ്പോൾ എഡ്ജ് ഉണ്ടായിരിക്കുമോ? ഇല്ല, കാരണം F1നെയും F3നെയും സെപ്പറേറ്റ് ചെയ്യുന്ന എഡ്ജ് നമ്മുടെ ഒറിജിനൽ ഗ്രാഫിൽ ഇല്ലാത്തത് കൊണ്ട് F1 സ്റ്റാർ F3 സ്റ്റാർ തമ്മിലുള്ള വെർട്ടെക്സുകൾ തമ്മിൽ ആരുണ്ടായിരിക്കില്ല? എഡ്ജ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ ആദ്യം വെർട്ടെക്സുകൾ വരച്ചേക്ക്. ഇനി നമുക്ക് എങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കാം എന്നുള്ളത് ഈ ഒരു എക്സാമ്പിളിലൂടെ തന്നെ നോക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രാഫ് വരയ്ക്കൽ. ഇതാണ് നമ്മുടെ ഒറിജിനൽ G. ഇനി G സ്റ്റാർ എന്താ വരിക നോക്കാം കേട്ടോ. G സ്റ്റാർ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ എത്ര ഫേസസ് ഉണ്ട്? 1 2 3 4. സോ F1 സ്റ്റാർ ഒരു വെർട്ടെക്സ്, അടുത്തത് F2 സ്റ്റാർ, 4 വെർട്ടെക്സ് വരണം. F3 സ്റ്റാർ, F4 സ്റ്റാർ. കാരണം എന്താ? ഇവിടെ എത്ര ഫേസ് ഉണ്ടോ അതാണ് ഇവിടെ വെർട്ടെക്സ് ആയിട്ട് മാറണേ. ഇനി F1 സ്റ്റാറും F2 സ്റ്റാറും തമ്മിൽ എഡ്ജ് വരയ്ക്കണമെന്ന് അറിയണം. അപ്പോൾ അതിന് F1ഉം F2ഉം തമ്മിൽ എഡ്ജ് ഉണ്ടോ? ഉണ്ട്. F1നെ F2നെ സെപ്പറേറ്റ് ചെയ്യാൻ E3 എന്ന് പറയുന്ന ഒരു എഡ്ജ് ഉണ്ട്. സോ നമ്മൾ അവിടെ ഒരു എഡ്ജ് വരയ്ക്കും. ഇനി F1ഉം F4ഉം തമ്മിൽ എഡ്ജ് വരയ്ക്കണമെന്ന് അറിയണം. അപ്പോൾ ഇതിന് ഇവിടെ E3 ആയതുകൊണ്ട് നമുക്ക് ഇവിടെ E3 സ്റ്റാർ തന്നെ കൊടുക്കാം, കുഴപ്പമില്ല. F1ഉം F4ഉം, F1 ഇവിടെ കിടക്കുന്നു, F4 എന്ന് പറഞ്ഞാൽ ഈ പുറമെയുള്ള എല്ലാം ഉണ്ട്. അപ്പോൾ അതെ ഇതും ഒക്കെ F1ന്റെ ഭാഗമല്ലേ? എഡ്ജ് ഉണ്ടല്ലോ സെപ്പറേറ്റ് ചെയ്യുന്നത്, E2 എന്ന് പറയുന്ന ഒരു എഡ്ജ്. സോ നമുക്ക് എന്ത് വരയ്ക്കാം? F1ഉം F4 സ്റ്റാറും തമ്മിൽ ഒരു എഡ്ജ് വരയ്ക്കാം. അതിന് E2 സ്റ്റാർ എന്ന് കൊടുക്കാം. ഇനി F1ഉം F3 നോക്കാം. F1 F3 ഇത് രണ്ടും ഇവിടെ കിടക്കുന്നത്, രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു എഡ്ജ് നമ്മുടെ കയ്യിൽ ഇല്ല. സോ അവിടെ എഡ്ജ് വരയ്ക്കേണ്ട ആവശ്യമില്ല. അടുത്ത വെർട്ടെക്സ് എടുത്തു, F2ഉം F1ഉം വരച്ചു. ഇനി F2ഉം F4ഉം നോക്കാം. F2ഉം F4ഉം. F2 എവിടെ കിടക്കണേ? ഇതാണ് F2. F4 പുറത്താണല്ലോ, ഉണ്ട്. ഒരു എഡ്ജ് E4 എന്ന് പറയുന്ന ഒരു എഡ്ജ് അതിനെ സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് E4 സ്റ്റാർ. ഓക്കെ, അപ്പോൾ E4 സ്റ്റാർ. ഇനി F2ഉം F3യും തമ്മിലുണ്ടോ നോക്കാം. ഉണ്ട്. F2 F3യും തമ്മിൽ ഒരു എഡ്ജ് ഉണ്ട് അല്ലേ, E5 എന്ന് പറഞ്ഞിട്ട്. സോ F2 F3 സ്റ്റാറും തമ്മിൽ നമുക്ക് ഇവിടെ എഡ്ജ് വരയ്ക്കാം. മാക്സിമം പ്ലാനാർ ആയിട്ട് തന്നെ വരയ്ക്കാം കേട്ടോ. പ്ലാനാർ ഗ്രാഫിൻ്റെ ഡ്യൂവലും പ്ലാനാർ തന്നെയായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് കൊടുക്കാം? അതിന് E5 സ്റ്റാർ. അത് കഴിഞ്ഞു. ഇനി F4 എടുത്തു. F4ഉം F2 ആയിട്ട് വരച്ചു, F1 ആയിട്ട് വെച്ചു. ഇനി F3 ആയിട്ടുണ്ടോ നോക്കാം. F4ഉം F3 ഉണ്ടല്ലോ, E6. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എന്ത് വരയ്ക്കാം? E6 സ്റ്റാർ വരയ്ക്കാം. ഇനി F3യിലേക്ക് വന്നു. F3ഉം F2ഉം തമ്മിൽ ഇല്ല. 1 2 3 4 5 6 7 1 2 3 4 എണ്ണമായിട്ടുള്ളൂ അല്ലേ. F3ഉം F2ഉം തമ്മിൽ വരച്ചു. ഇനി നോക്കി നോക്കി ഏതൊക്കെ ബാക്കിയുള്ളതെന്ന്. F1ഉം F3നെയും ജോയിൻ ചെയ്യുന്ന എഡ്ജ് ഇല്ല. രണ്ട് എഡ്ജ് ഉണ്ടെങ്കിൽ അതും വരയ്ക്കണം. സോറി നോക്കിയേ, F1ഉം F4ഉം തമ്മിൽ എത്ര എഡ്ജ് ഉണ്ട്? നമുക്ക് E2 വെച്ചിട്ടും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോക്കിയേ ഇവിടെ രണ്ട് എഡ്ജ് ഉണ്ട്. F1ഉം F4 എന്ന് പറയുന്ന പുറമേയുള്ള റീജിയൻ തമ്മിൽ E1 E2 രണ്ട് എഡ്ജ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ രണ്ട് എഡ്ജ് വരയ്ക്കണം. അപ്പോൾ F1ഉം F4ഉം തമ്മിൽ. അപ്പോൾ ഒരെണ്ണം വരച്ചു, ഒരെണ്ണം കൂടി വരയ്ക്കണം. അത്രേ ഉള്ളൂ. സിമ്പിൾ ഗ്രാഫ് ആവണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് മൾട്ടിപ്പിൾ എഡ്ജസ് ഒക്കെ വരാം. അപ്പോൾ ഇവിടെയാണ് അതേതാ E1 സ്റ്റാർ. ഇനി അതുപോലെ തന്നെ F3ഉം F4ഉം തമ്മിൽ E6 ഉണ്ട്, E7 ഉണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് ഒരു എന്ത് വരും? മൾട്ടിപ്പിൾ വരും, E7. E6ഉം E7ഉം, E7 സ്റ്റാർ. ഇപ്പോൾ ശരിയല്ലേ? E1 E2 E3 E4 E5 E6 E7 എല്ലാ എഡ്ജസ് ഇതിൽ വന്നു കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ എഡ്ജസ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ മൾട്ടിപ്പിൾ എഡ്ജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്തായി? ഈ ഗ്രാഫിൻ്റെ ഡ്യുവലായി. ഇപ്പോൾ G എന്ന് പറയുന്ന ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്ത്, അപ്പോൾ അതിൻ്റെ ഡ്യുവലാണ് ഈ G സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് വെർട്ടെക്സസ് നോക്കി എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 1 2 3 4 5 6. ഇവിടെ എത്ര ഫേസസ് ഉണ്ട്? 1 2 3 4 5 6 ഫേസസ്. അപ്പോൾ ഇവിടുത്തെ വെർട്ടെക്സസ് ഇവിടുത്തെ നമ്പർ ഓഫ് ഫേസസ് ആയിട്ട് മാറി, ഇവിടുത്തെ നമ്പർ ഓഫ് ഫേസസ് ഇവിടുത്തെ വെർട്ടെക്സസ് ആയിട്ട് മാറി. ഇവിടുത്തെ എഡ്ജസ് രണ്ടിൻ്റെയും നമ്പർ ഓഫ് എഡ്ജസ് സെയിം ആണ്. ഇങ്ങനെയാണ് നമ്മളൊരു ഗ്രാഫിൻ്റെ ഡ്യുവൽ. സോ നമുക്ക് സുഖമായിട്ട് പറയാം, G പ്ലാനാർ ആണെങ്കിൽ അതിൻ്റെ ഡ്യുവൽ ഗ്രാഫ് എന്ത് തന്നെയായിരിക്കും?
പ്ലാനാർ തന്നെ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്ലാനാർ ഗ്രാഫിനെ ഡ്യുവലിനെ കുറിച്ച്. ഇനി ഒരു തിയറം കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം ഡ്യുവലിന്റെ കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് പറയാം? വി ഓഫ് ജി സ്റ്റാർ, വെർട്ടെക്സ് സെറ്റ് ഓഫ് ജി സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ്, അല്ല ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ജി സ്റ്റാറിലെ നമ്പർ ഓഫ് വെർട്ടീസസ് എന്ന് പറഞ്ഞാൽ ജിയിലെ നമ്പർ ഓഫ് ഫേസസ് ആണ്. ഇനി നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് ജിയുടെ നമ്പർ ഓഫ് എഡ്ജസ് തന്നെയാണ്. ഇനി ഡിഗ്രി ഓഫ് ജി എഫ് സ്റ്റാർ, എഫ് സ്റ്റാർ എന്ന് പറയുന്നത് വെർട്ടെക്സുകളല്ലേ, ജി സ്റ്റാർ ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഡ്യുവലിലെ വെർട്ടെക്സുകൾ F1 F2 അങ്ങനെയല്ലേ കിടക്കണേ, F1 സ്റ്റാർ F2 സ്റ്റാർ. അപ്പോൾ എഫ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് എടുത്താൽ അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് കറസ്പോണ്ടിങ്ലി ആ ഫേസിന്റെ ഡിഗ്രി ആയിരിക്കും. ജി എന്ന് പറയുന്ന ഗ്രാഫിൽ, കാരണം അവിടുത്തെ ഫേസ് ആണ് ഇവിടുത്തെ വെർട്ടെക്സ്. അപ്പോൾ ഇവിടുത്തെ വെർട്ടെക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആ വെർട്ടെക്സിന് കറസ്പോണ്ടിങ്ലി അപ്പുറത്തൊരു ഫേസ് ഉണ്ടാവുമല്ലോ, ആ ഫേസിന്റെ ഡിഗ്രി ആയിരിക്കും നമ്മുടെ ഒറിജിനൽ ഗ്രാഫിൽ. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു തിയറാണ് ഈ തിയറം 9.4, നാലാമത്തെ തിയറാണ്. ഇഫ് G is planar, then summation F belongs to capital F, D of F, degree of F എന്ന് പറയുന്നത് 2 into epsilon ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താ? ഡിഗ്രി ഓഫ് ഫേസസ്, ഓരോ ഫേസ് എടുക്കുക, അതിന്റെ ഡിഗ്രി കാണുക പറഞ്ഞാൽ നമ്പർ ഓഫ് എഡ്ജസ് അതിൽ ഇൻസിഡന്റ് ആയിട്ടുള്ളത് ആണല്ലോ. നമ്മൾ വെർട്ടെക്സിന്റെ ഡിഗ്രി കാണുന്ന പോലെ തന്നെയാണ് നമ്മൾ ഫേസിന്റെ ഡിഗ്രി കാണുന്നത്. അപ്പോൾ ജി എന്ന് പറയുന്ന ഗ്രാഫിന്റെ വെർട്ടെക്സിന്റെ ഡിഗ്രി എല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 2 into epsilon കിട്ടും. അപ്പോൾ നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഡ്യുവൽ യൂസ് ചെയ്തിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ജി സ്റ്റാർ എന്ന് പറയുന്നത് ബി ദ ഡ്യുവൽ ഓഫ് ജി, ജി എന്ന് പറയുന്ന ഗ്രാഫിന്റെ ഡ്യുവലാന്ന് വിചാരിക്കാം. ദെൻ ഏത് ഗ്രാഫ് എടുത്താലും നമുക്ക് ഓൾറെഡി ഫണ്ടമെന്റൽ തിയറം ഓഫ് ഗ്രാഫ് തിയറി എന്താ? ഡിഗ്രി സം, അതായത് വെർട്ടെക്സിന്റെ ഡിഗ്രി സം എന്ന് പറഞ്ഞാൽ 2 into നമ്പർ ഓഫ് എഡ്ജസ് ആണ്. അപ്പോൾ ഈ ജി സ്റ്റാറിനും അത് കൊടുക്കാലോ. സോ സമ്മേഷൻ എഫ് സ്റ്റാർ ബിലോങ്സ് ടു വി ഓഫ് ജി സ്റ്റാർ എന്ന് വെച്ചാൽ എന്താ? എഫ് സ്റ്റാർ ആണ് ഇവിടുത്തെ വെർട്ടെക്സുകൾ കേട്ടോ. ഡി ഓഫ് എഫ് സ്റ്റാർ എന്ന് പറയുന്നത് എന്താന്ന് കിട്ടും നമുക്ക്? 2 into നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് ജി സ്റ്റാർ. അപ്പോൾ ജി സ്റ്റാറിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഫണ്ടമെന്റൽ തിയറം ഓഫ് ഗ്രാഫ് തിയറി. കാരണം ഇവിടുത്തെ വെർട്ടെക്സുകൾ എന്താ പറയുക? എഫ് സ്റ്റാറുകളാണ്. സോ എഫ് സ്റ്റാർ എന്ന് പറയുന്ന വെർട്ടെക്സുകളുടെ എല്ലാത്തിൻ്റെയും ഡിഗ്രി ആഡ് ചെയ്ത് നമുക്ക് 2 into എപ്സിലോൺ ഓഫ് ജി സ്റ്റാർ എന്ന് പറഞ്ഞാൽ ജി സ്റ്റാറിന് നമ്പർ ഓഫ് എഡ്ജസ് ആണ്. ഇനി നോക്കാം, ഇവിടുത്തെ വെർട്ടെക്സിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിനൽ ഗ്രാഫിന്റെ ഫേസിന്റെ ഡിഗ്രി ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇതിന് വേറെ എന്ത് കൊടുക്കാം? എഫ് ബിലോങ്സ് ടു എഫ് ബിലോങ്സ് ടു ജി, എഫ് ഓഫ് ജി, ഡി ഓഫ് എഫ്. കാരണം എന്താ? നമ്മൾ തൊട്ട് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒറിജിനൽ ഗ്രാഫിന്റെ വെർട്ടെക്സിന്റെ ഡിഗ്രി ആയിരിക്കും നമ്മുടെ ഡ്യുവലിന്റെ, ഒറിജിനൽ ഗ്രാഫിന്റെ ഫേസിന്റെ ഡിഗ്രി ആയിരിക്കും കറസ്പോണ്ടിങ് ഡ്യുവലിന്റെ വെർട്ടെക്സിന്റെ ഡിഗ്രി. അപ്പോൾ നമ്മുടെ ഡ്യുവലിന്റെ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എഫ് സ്റ്റാർ ആണ്, അതിന് കറസ്പോണ്ടിങ്ങിൽ ഒരു ഫേസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ വെർട്ടെക്സിന്റെ ഡിഗ്രിയും ഈ ഫേസിന്റെ ഡിഗ്രിയും സെയിം ആയിരിക്കും. അപ്പോൾ അതിന്റെ സമ്മേഷനും സെയിം ആയിരിക്കും, ഇസ് ഈക്വൽ ടു. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ. അപ്പോൾ ഇതിന് വേറെ നമ്മൾ ഇത് കൊടുത്തു. ഇത് നോക്കിയേ, 2 into നമ്മൾ പറഞ്ഞു രണ്ടിന്റെയും നമ്പർ ഓഫ് എഡ്ജസ് സെയിം ആണെന്ന്. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് കൊടുക്കാം? 2 into ഇ ഓഫ് ജി. അപ്പോൾ അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്? ഒറിജിനൽ ഗ്രാഫിന്റെ ഡിഗ്രി സം, ഏതിന്റെ? ഫേസസിന്റെ ഡിഗ്രി സം എന്ന് പറയുന്നത് 2 into നമ്പർ ഓഫ് എഡ്ജസ് ആയിരിക്കും. അപ്പോൾ ഇതും നമ്മുടെ ഫണ്ടമെന്റൽ തിയറം ഓഫ് ഗ്രാഫ് തിയറി യൂസ് ചെയ്ത് ജസ്റ്റ് നമുക്ക് സുഖമായിട്ട് പ്രൂവ് ചെയ്യാവുന്നൊരു പ്രൂഫാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഡ്യുവൽ ഓഫ് എ ഗ്രാഫ് എന്ന് പറയുന്ന സെക്ഷൻ. ഡ്യുവൽ വരയ്ക്കാൻ പഠിക്കണം. അതുപോലെ ഡ്യുവലിന് കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ഓരോ ഫേസ് എടുക്കുക, കറസ്പോണ്ടിങ്ലി വെർട്ടെക്സ് ആക്കി വരയ്ക്കുക. എന്നിട്ട് ആ വെർട്ടെക്സ് തമ്മിൽ എങ്ങനെ ജോയിൻ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഫേസിൻ്റെയും രണ്ട് ഫേസസ് തമ്മിൽ ഒരു എഡ്ജിനെ വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എഡ്ജ് അവിടെ കൊടുക്കുക. 2 എഡ്ജ് സെപ്പറേറ്റ് ചെയ്യുന്ന ആ 2 എഡ്ജും മൾട്ടിപ്പിൾ എഡ്ജസ് ആയിട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഈ ഒരു തിയറും ആണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്? ഡ്യുവലിൽ പഠിക്കാനുള്ളത്.